Hi all, welcome to this video. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലുള്ള ലോജിക്കൽ ഇക്വാലൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ലോജിക്കൽ ഇക്വാലൻസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അതായത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് അറിയുന്നതാണ്. കാരണം എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താലും എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താലും ഇത് രണ്ടും സെയിം ആണ് എന്ന് ഓൾറെഡി പ്രൂവ്ഡ് ആണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് പറയാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പം ദിസ് ഈസ് ഓൾസോ ഈക്വൽ. അപ്പോൾ മാത്സിൽ നമ്മൾ ഇതിന് ആൾജിബ്രൈക് ഐഡൻറ്റിറ്റീസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കൺസെപ്റ്റാണ് ലോജിക്കൽ ഇക്വാലൻസസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സോ ലോജിക്കൽ ഇക്വാലൻസസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻസുമായിട്ട് ബന്ധമുള്ള ഇക്വാലൻസസിനെയാണ് നമ്മൾ ലോജിക്കൽ ഇക്വാലൻസസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് two compound propositions, for example a and b, are logically equivalent or simply equivalent if they have the same truth values in all possible cases and a double implies b is a tautology. അതായത് രണ്ട് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് എ ബി അത് ലോജിക്കലി ഇക്വാലൻ്റ് ആണ് അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് ദ സെയിം ട്രൂത്ത് വാല്യൂസ്. രണ്ടിൻ്റെയും ട്രൂത്ത് വാല്യൂസ് സെയിം ആയിരിക്കും. അതായത് എൻ്റെയും ബിൻ്റെയും ട്രൂത്ത് ടേബിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂസ് സെയിം ആയിരിക്കും. എല്ലാ പോസിബിൾ കേസസിലുള്ള ട്രൂത്ത് വാല്യൂസ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ എ ഡബിൾ ഇംപ്ലൈസ് ബി നമ്മൾ പഠിച്ചതാണ് ബൈ കണ്ടീഷണൽ ഓപ്പറേറ്റർ. എ ഡബിൾ ഇംപ്ലൈസ് ബി അത് ചെയ്തിട്ട് നമുക്കൊരു ടോട്ടോളജി ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് പറയാം എ ബി ദീസ് ടു പ്രൊപ്പോസിഷൻസ് ആർ ലോജിക്കലി ഇക്വാലൻ്റ്. അപ്പോൾ ലോജിക്കലി ഇക്വാലൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് ട്രൂത്ത് വാല്യൂസ് സെയിം ആണെന്ന് കാണിക്കാം, അല്ലെങ്കിൽ എ ഡബിൾ ഇംപ്ലൈസ് ബി ചെയ്ത് നോക്കിയിട്ട് അത് ടോട്ടോളജി ആണ് എന്ന് കാണിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഈ രണ്ട് മെത്തേഡിൽ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊപ്പോസിഷൻസ് ലോജിക്കലി ഇക്വാലൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. സോ ഇഫ് എ ആൻഡ് ബി ആർ ലോജിക്കലി ഇക്വാലൻ്റ്, എയും ബിയും ലോജിക്കലി ഇക്വാലൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു ബി, ഇങ്ങനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വായിക്കുക എ ഈസ് ഈക്വാലൻ്റ് ടു ബി. അതുപോലെ തന്നെ ഇവിടെ എ ഈസ് ഈക്വാലൻ്റ് ടു ബി ഈ രീതിയിലും ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, എ ബിക്ക് ഈക്വാലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് us take some examples of logical equivalences. നമ്മൾ നേരത്തെ പറഞ്ഞു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അത് ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ പ്രൊപ്പോസിഷൻസിൻ്റെ കേസിലും നമുക്ക് എന്തുണ്ട്, ഓൾറെഡി ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന കുറേ ലോജിക്കൽ ഇക്വാലൻസസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിളാണ് നോട്ട് ഓഫ് പി ഓർ ക്യൂ ഈസ് ഈക്വൽ ടു നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ, നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഡി മോർഗൻസ് ലോ എന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. എന്താണ് ഡി മോർഗൻസ് ലോ, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ നോട്ട് ഓഫ് പി ഓർ ക്യൂ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിന് ഇക്വാലൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പോസിഷൻ എന്തിന് ഇക്വാലൻ്റ് ആണ്, നോട്ട് പി ആൻഡ് നോട്ട് ക്യൂവിന് ഇക്വാലൻ്റ് ആണ്. ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. രണ്ടിനും സെയിം ട്രൂത്ത് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇക്വാലൻ്റ് ആണെന്ന് പറയാം. അതായത് നോട്ട് ഓഫ് പി ഓർ ക്യൂനും നോട്ട് പി ആൻഡ് നോട്ട് ക്യൂനും സെയിം ട്രൂത്ത് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇക്വാലൻ്റ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ മറ്റൊരു ലോജിക്കൽ ഇക്വാലൻ്റ് ആണ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഈക്വൽ ടു നോട്ട് പി ഓർ ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഇംപ്ലൈസ് ക്യൂ, പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കിക്കഴിഞ്ഞാലും നോട്ട് പി ഓർ ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടുക. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ആർ ലോജിക്കലി ഇക്വാലൻ്റ്. അതുപോലെ തന്നെ പി ഓർ ക്യൂ ആൻഡ് ആർ ഈസ് ഈക്വൽ ടു പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ. അപ്പോൾ ഇത് രണ്ടും ലോജിക്കലി എന്താണ്, ഇക്വാലൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യുക, ജസ്റ്റ് രണ്ടിൻ്റെയും ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കുക. ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെയും റൈറ്റ് സൈഡിലുള്ളതിൻ്റെയും ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കിയിട്ട്
രണ്ടും സെയിം ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും എന്താണെന്ന് പറയാം, ഈക്വലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. നോട്ട് ഓഫ് പി ഓർ ക്യൂ ഈസ് ഈക്വൽ ടു നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ ആണോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ ട്രൂത്ത് ടേബിൾ വേണം, പിന്നെ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ട്രൂത്ത് ടേബിൾ വേണം. അപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ, ട്രൂത്ത് വാല്യൂ സെയിം ആണെങ്കിൽ ഇത് രണ്ടും ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയായാലും പി ക്യൂ രണ്ട് വേരിയബിൾസ് ആണുള്ളത്. സോ അത് രണ്ടും ഞാനിവിടെ എടുത്തു. ഇനി നമുക്ക് പി ഓർ ക്യൂ വേണം. സോ പി ഓർ ക്യൂ എടുത്തു. ഇനി അതിനുശേഷം നോട്ട് ഓഫ് പി ഓർ ക്യൂ, അപ്പോൾ ഞാനത് ഇവിടെ എടുക്കുകയാണ്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ള നോട്ട് പി വേണം, അതുപോലെ തന്നെ നോട്ട് ക്യൂ വേണം, അതുപോലെ തന്നെ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ വേണം. പി ക്യൂ രണ്ട് വേരിയബിൾസ് ആണ്. അപ്പോൾ നമുക്ക് 4 കോമ്പിനേഷൻസ് ആണുള്ളത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ, 4 കോമ്പിനേഷൻസ് ഇവിടെ കൊടുത്തു. ഇനി പി ഓർ ക്യൂ, പിയും ക്യൂവും ഓർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, പി ഓർ ക്യൂവിൽ കിട്ടുക അല്ലേ. ട്രൂവും ഓർ ചെയ്യുമ്പോൾ ട്രൂ ആണ്, ട്രൂവും ഫാൾസും ഓർ ചെയ്യുമ്പോൾ ട്രൂ ആണ്. ഫാൾസും ട്രൂവും ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആയാൽ ഔട്ട്പുട്ട് എന്താണ്, ട്രൂ ആണ്. ഫാൾസും രണ്ടും ഫാൾസ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്താ, ഫാൾസ് ആണ് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് നോട്ട് ഓഫ് പി ഓർ ക്യൂ, ഇതിൻ്റെ നെഗേഷൻ ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താ, ഇവിടെ ടി ആണ്, സോ ഇവിടെ ഫാൾസ് ആണ്. ഇവിടെ ട്രൂ ആണ്, സോ ഇവിടെ ഫാൾസ് ആണ്. ഇനി ഇവിടെ ട്രൂ ആണ്, സോ ഇവിടെ എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. ഇവിടെ ഫാൾസ് ആണ്, അപ്പോൾ ഇവിടെ എന്താ, ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ നേരെ നെഗേഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോട്ട് പി വേണം, ഈ പിയുടെ നെഗേഷൻ. അപ്പോൾ ഇവിടെ പി ട്രൂ ആണെങ്കിൽ ഇവിടെ ഫാൾസ് ആണ്. ഇനി ഇവിടെ പി ട്രൂ ആണെങ്കിൽ ഇവിടെ ഫാൾസ് ആണ്. ഇവിടെ പി ഫാൾസ് ആണ്, സോ നോട്ട് പി എന്താണ്, ട്രൂ ആണ്. സോ ഇവിടെ പി ഫാൾസ് ആണ്, നോട്ട് പി ട്രൂ ആണ്. അതുപോലെ തന്നെ നമുക്ക് നോട്ട് ക്യൂ വേണം. ക്യൂ ട്രൂ ആണ്, സോ നോട്ട് ക്യൂ ഫാൾസ് ആണ്. ക്യൂ ഫാൾസ് ആണ്, ഇവിടെ ട്രൂ ആണ്. സോ ഇവിടെ ട്രൂ ആണെങ്കിൽ ഇവിടെ ഫാൾസ് ആണ്, ഇവിടെ ഫാൾസ് ആണെങ്കിൽ ഇവിടെ ട്രൂ ആണ്. വളരെ സിമ്പിളാണ് ട്രൂത്ത് ടേബിൾ വരക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ആൻഡ് ആണ് വേണ്ടത്. നോട്ട് പി നോട്ട് ക്യൂ ഇത് രണ്ടും കൂടെ ആൻഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഫാൾസ് ആയി പോകും. അപ്പോൾ ഫാൾസും ആൻഡ് ചെയ്യുമ്പോൾ ഫാൾസും ട്രൂവും ആൻഡ് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് ഫാൾസ് ആണ് കിട്ടുക. ട്രൂവും ഫാൾസും കൂടെ ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ട്രൂവും കൂടെ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണ് അല്ലേ, രണ്ടും ട്രൂ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്താ, ട്രൂ ആണ് അല്ലേ. ഇനി നിങ്ങൾ നോക്ക്, ഈ ഒരു നോട്ട് ഓഫ് പി ഓർ ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂസ്, അതുപോലെ തന്നെ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ രണ്ടിൻ്റെയും ട്രൂത്ത് വാല്യൂസ് എഫ് ടി രണ്ടും എന്തായിട്ടാണ് വരുന്നത്, സെയിം ആയിട്ടാണ് വരുന്നത് അല്ലേ. രണ്ടിൻ്റെയും ട്രൂത്ത് വാല്യൂസ് സെയിം ആണ്. അപ്പം നമുക്ക് പറയാം ഈ ഒരു പ്രൊപ്പോസിഷനും അതുപോലെ തന്നെ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനും രണ്ടും ഈക്വലൻ്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് നോട്ട് ഓഫ് പി ഓർ ക്യൂ ഈസ് ഈക്വലൻ്റ് ടു നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ. അപ്പോൾ ഇത് ഒന്നാമത്തെ ഒരു മെത്തേഡാണ്, അതായത് സെയിം ട്രൂത്ത് വാല്യൂസ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ എയും ബിയും ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് കാണിക്കാൻ രണ്ടാമത്തെ കാര്യം കൂടെ യൂസ് ചെയ്യാം. അതായത് എ ഡബിൾ ഇംപ്ലൈസ് ബി ചെയ്തിട്ട് ടോട്ടോളജി ആണെങ്കിലും നമുക്ക് പറയാം എയും ബിയും എന്താണ്, ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ഈ നോട്ട് ഓഫ് പി ഓർ ക്യൂവും അതുപോലെ തന്നെ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂവും രണ്ടും കൂടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക, ഡബിൾ ഇംപ്ലൈസ് അപ്ലൈ ചെയ്യുക. ഡബിൾ ഇംപ്ലൈസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ടോട്ടോളജി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ടി കിട്ടിക്കഴിഞ്ഞാൽ, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ആർ ഈക്വലൻ്റ്. അപ്പോൾ ഈ ഒരു കേസിലും നമുക്ക് പറയാം ഓൾറെഡി ട്രൂത്ത് വാല്യൂസ് സെയിം ആണ്, ബട്ട് ട്രൂത്ത് വാല്യൂസ് സെയിം ആവാതെ നമുക്ക് ഡബിൾ ഇംപ്ലൈസിലും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അത് കാണിക്കാൻ പറ്റും. അതായത് നോട്ട് ഓഫ് പി ഓർ ക്യൂ ഡബിൾ ഇംപ്ലൈസ് നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടും ഈക്വലൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. സോ വി ആർ ടേക്കിംഗ് ദാറ്റ് ഹിയർ നോട്ട് ഓഫ് പി ഓർ ക്യൂ ഡബിൾ ഇംപ്ലൈസ് നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ. ഇത് രണ്ടും ഡബിൾ ഇംപ്ലൈസ് ഞാൻ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഡബിൾ ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെയിം ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ, ഡിഫറെൻറ്റ് ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫാൾസ്. അപ്പോൾ ഇവിടെയും എഫ് ആണ്, ഇവിടെയും എഫ് ആണ്, സെയിം ഇൻപുട്ട്, അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്, ട്രൂ ആണ്. ഇവിടെയും എഫ് ആണ്, ഇവിടെയും എഫ് ആണ്, സോ ഔട്ട്പുട്ട് ട്രൂ ആണ്. ഇവിടെയും എഫ് ആണ്, ഇവിടെയും എഫ് ആണ്, സെയിം ഇൻപുട്ട്, അപ്പോൾ ഔട്ട്പുട്ട് എന്താ, ട്രൂ ആണ്. ഇവിടെയും ട്രൂ ആണ്, ഇവിടെയും ട്രൂ ആണ്, സെയിം ഇൻപുട്ട്, അപ്പോൾ ഔട്ട്പുട്ട് എന്താ, ട്രൂ ആണ്. അപ്പം ഇത് വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ വളരെ ഒബ്വിയസ് ആയിട്ട് സംഭവിക്കുന്നുള്ള കാര്യം ഷുവർ ആണ്. അപ്പം നോട്ട് ഓഫ് പി ഓർ ക്യൂ ഡബിൾ ഇംപ്ലൈസ് നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് ടി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ടോട്ടോളജി കിട്ടുന്നുണ്ട്.
അപ്പോഴും നമുക്ക് പറയാം ഇത് രണ്ടും എന്താണ് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഈക്വലൻ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ഈക്വൽ ആണ്, സെയിം ട്രൂത്ത് വാല്യൂസ് ആണെങ്കിൽ അത് കാണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറയാം രണ്ടും എന്താണ് ഈക്വലൻ്റ് ആണ് എന്നുള്ള കാര്യം അല്ലേ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ഷോ ദാറ്റ് P double implies Q ആൻഡ് നോട്ട് P or Q ആർ ലോജിക്കലി ഈക്വലൻറ്റ്. ഇത് രണ്ടും ലോജിക്കലി ഈക്വലൻ്റ് ആണ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് P Q ഉണ്ട്, അല്ലെ, രണ്ട് വേരിയബിൾസേ ഉള്ളൂ, ഇവിടെയും P യും Q ഉള്ളൂ, ഇവിടെയും P യും Q ഉള്ളൂ. അപ്പോൾ അതെടുത്തു. ഇനി നമുക്ക് P implies Q വേണം അല്ലേ. ഇനി നോട്ട് P or Q വേണം. അതിൻ്റെ മുന്നേ നമുക്ക് നോട്ട് P വേണം. സോ നോട്ട് P എടുത്തു. ഇനി നോട്ട് P or Q എടുത്തു. അപ്പോൾ P യും Q യും 4 കോമ്പിനേഷൻസ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തു. ദീസ് ആർ ദ 4 കോമ്പിനേഷൻസ്. ഇനി നമുക്ക് P implies Q നമുക്ക് അറിയുന്നതാണ്, ഒരുപാട് തവണ നമ്മൾ ചെയ്തതാണ്. ട്രൂ ഇംപ്ലൈസ് ചെയ്യുമ്പോൾ ട്രൂ ആണ്, ട്രൂവും ഫാൾസും കൂടെ ചെയ്യുമ്പോൾ ഫാൾസ്. ഇവിടെ ഫാൾസ് വന്നാൽ ഇവിടെ നോക്കണ്ട, ട്രൂ ആണ്. ഇവിടെ ഫാൾസ് വന്നാലും ഇപ്പുറം നോക്കണ്ട, ട്രൂ ആണ് അല്ലേ. അതാണ് P implies Qൻ്റെ ട്രൂത്ത് വാല്യൂ. ഇനി നമുക്ക് നോട്ട് P വേണം. ഈ P ഇതാണ്, അപ്പോൾ അതിൻ്റെ നോട്ട്. അപ്പോൾ ഇവിടെ ട്രൂ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഫാൾസ് വരും, ഇവിടെ ട്രൂ ആണെങ്കിൽ ഇവിടെ ഫാൾസ് വരും, ഇവിടെ ഫാൾസ് ആണെങ്കിൽ ഇവിടെ ട്രൂ, ഇവിടെ ഫാൾസ് ആണെങ്കിൽ ഇവിടെ ട്രൂ. ഈ രീതിയിലാണ് നമ്മൾ നോട്ട് P എടുക്കുന്നത്. ഇനി നോട്ട് Pനെ നമുക്ക് ക്യൂവുമായിട്ട് എന്ത് ചെയ്യണം, ഓർ ചെയ്യണം. വി ഹാവ് ടു ഡു നോട്ട് P ഓർ Q അല്ലേ. അപ്പോൾ ഇതും തമ്മിൽ ഓർ ചെയ്യണം. അപ്പോൾ ഈ ടിയും ഫാൾസും കൂടെ ഓർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണ്, ഈ ഫാൾസും കൂടെ ഓർ ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് ആണ്, ട്രൂവും കൂടെ ഓർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണ്, ഫാൾസും കൂടെ ഓർ ചെയ്ത് കഴിഞ്ഞാലും ട്രൂ ആണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് P implies Qൻ്റെ ട്രൂത്ത് വാല്യൂസും നോട്ട് P ഓർ Qൻ്റെ ട്രൂത്ത് വാല്യൂസും രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് P double implies Q ഈസ് ഈക്വൽ ടു നോട്ട് P ഓർ Q. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, P implies Q ഡബിൾ ഇംപ്ലൈസ് വിത്ത് നോട്ട് P ഓർ Q ചെയ്തിട്ട് നമുക്ക് ടോട്ടോളജി കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ഇത് ഡബിൾ ഇംപ്ലൈസ് ഇത് ചെയ്തിട്ട് ടോട്ടോളജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, അപ്പോഴും പറയാം ഇത് രണ്ടും എന്താ ഈക്വലൻ്റ് ആണെന്നുള്ളത് അല്ലേ. സോ ഈ ട്രൂ വാല്യൂം തമ്മിൽ ഡബിൾ ഇംപ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ ആണ് കിട്ടുക, സെയിം ഇൻപുട്ടാണ്. അപ്പോൾ ഡബിൾ ഇംപ്ലൈസ് ചെയ്യുമ്പോൾ ട്രൂ ആണ് കിട്ടുക. ഫാൾസും കൂടെ ഡബിൾ ഇംപ്ലൈസ് ചെയ്യുമ്പോഴും ട്രൂ ആണ്, ട്രൂവും കൂടെ ഡബിൾ ഇംപ്ലൈസ് ചെയ്യുമ്പോൾ ട്രൂ ആണ്, ട്രൂവും കൂടെ ഡബിൾ ഇംപ്ലൈസ് ചെയ്യുമ്പോൾ ട്രൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടോളജി കിട്ടി അല്ലേ. P ഡബിൾ ഇംപ്ലൈസ് Qവും നോട്ട് P ഓർ Qവും രണ്ടും കൂടെ ഡബിൾ ഇംപ്ലൈസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി ആർ ഗെറ്റിംഗ് ടോട്ടോളജി. സോ അപ്പോഴും നമുക്ക് പറയാം P ഡബിൾ ഇംപ്ലൈസ് Q എന്തിന് ഈക്വലൻ്റ് ആണ്, നോട്ട് P ഓർ Qന് ഈക്വലൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വി ക്യാൻ ചെക്ക് വെദർ P ഓർ Q ആൻഡ് R ആൻഡ് P ഓർ Q ആൻഡ് P ഓർ R ഇത് രണ്ടും ലോജിക്കലി ഈക്വലൻ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട്. ഇവിടെ P Q R ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ റൈറ്റ് സൈഡിലും എന്തുണ്ട്, P Q R ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിലും 3 വേരിയബിൾസ് ഉണ്ട്. സോ ഐ ആം ടേക്കിംഗ് P Q ആൻഡ് R. സോ 3 വേരിയബിൾസ് ഉണ്ട്. സോ 3 വേരിയബിൾസ് ആണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും, 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. 3 വേരിയബിൾസ് ആണെങ്കിൽ ദാറ്റ് ഈസ് 2 raised to 3. എങ്ങനെയാണ് 8 കോമ്പിനേഷൻ കിട്ടുന്നത്, 2 raised to 3, അതായത് 8 കോമ്പിനേഷൻസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് 2 വേരിയബിൾസ് ഉണ്ട്, എന്തുകൊണ്ടാണ് 4 കോമ്പിനേഷൻ ആവുന്നത്, 2 raised to 2, അതായത് 4 കോമ്പിനേഷൻസ്. ഇവിടെ നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട്. സോ വി ആർ ഹാവിങ് 8 കോമ്പിനേഷൻസ്. 8 കോമ്പിനേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ P Q R വേണം. ഇനി അതിനുശേഷം നമുക്ക് Q or R വേണം അല്ലേ, അതാണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. സോ Q or R. ഇനി Q or R കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം P or വിത്ത് Q or R ചെയ്യണം. സോ അത് ഞാനിവിടെ ചെയ്തു, P or വിത്ത് Q and R. ഇനി നമുക്ക് അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ P or Q വേണം. സോ ഐ എം ടേക്കിംഗ് P or Q ഹിയർ. P or R വേണം. സോ P or R എടുത്തു. ഇനി ഇത് രണ്ടും തമ്മിൽ ആൻഡ് ചെയ്യണം അല്ലേ, അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, ആൻഡ് ചെയ്യുന്ന ഓപ്പറേഷനാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് P Q R 3 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് 8 കോമ്പിനേഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ Pയും Qവും Rഉം ട്രൂ ആവാം. ഇനി P ട്രൂ, Q ട്രൂ, അതുപോലെ തന്നെ R ഫാൾസ് ആവാം. ഇനി നമുക്ക് വേറൊരു കോമ്പിനേഷൻ T F T വരാം. ഇനി T F F വരാം. 4 കോമ്പിനേഷനായി. ഇനി ഫാൾസ് ട്രൂ വരാം, ഫാൾസ് ട്രൂ ഫാൾസ് വരാം, ഫാൾസ് ട്രൂ വരാം, അതുപോലെ തന്നെ ഫാൾസ് വരാം. ഇങ്ങനെ ടോട്ടൽ 8 കോമ്പിനേഷൻസ് നമുക്ക് വരാം.
ഇനി ക്യൂ ആൻഡ് ആർ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ക്യൂവും ആറും ഇത് രണ്ടും തമ്മിൽ ആൻഡ് ചെയ്യുക. അപ്പോൾ നോക്കിക്കോ, ടിയും ആൻഡ് ചെയ്യുമ്പോൾ ട്രൂ ആണ്, ട്രൂവും ഫാൾസും അല്ലേ. ഒരു വാല്യൂ ഫാൾസ് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഫാൾസ് ആയി പോകും. രണ്ടും ട്രൂ ആയിരിക്കണം ആൻഡിൻ്റെ കേസിൽ. ഇവിടെ ഫാൾസ് വന്നു, ഔട്ട്പുട്ട് ഫാൾസ്. ഇനി ഇവിടെ ഫാൾസ് വരുന്നു, അപ്പോൾ ഔട്ട്പുട്ട് ഫാൾസ്. ഇനി ഫാൾസും ആൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അപ്പോഴും ഫാൾസ് ആണ്. ട്രൂവും ആൻഡ് ചെയ്യുമ്പോൾ ട്രൂ ആണ്, ട്രൂവും ഫാൾസും ആൻഡ് ചെയ്യുമ്പോൾ ട്രൂ ആണ്. ട്രൂവും ഫാൾസും ആൻഡ് ചെയ്യുമ്പോൾ ഫാൾസ് ആണ്. കാരണം ഒരു ഇൻപുട്ട് ഫാൾസായി, അപ്പോൾ ഔട്ട്പുട്ട് എന്താ? ഫാൾസ് ആണ്. ഫാൾസും ട്രൂവും ആൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഫാൾസ് ആണ്. ഫാൾസും ആൻഡ് ചെയ്യുമ്പോഴും ഫാൾസ് ആണ്. ഇനി നമുക്ക് ഈ ക്യൂ ആൻഡ് ആറിനെ നമുക്ക് എന്ത് ചെയ്യണം? പിയുമായിട്ട് ഓർ ഓപ്പറേഷൻ ചെയ്യണം. പി ഓർ വിത്ത് ക്യൂ ആൻഡ് ആർ അല്ലേ. ഈ പിയുമായിട്ട് ഇതിനെ ഓർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ ട്രൂവും കൂടെ ഓർ ചെയ്യുമ്പോൾ ട്രൂ ആണ്. ഈ ട്രൂവും ഫാൾസും കൂടെ ഓർ ചെയ്യുമ്പോൾ എന്താ വരിക? ട്രൂ ആണ്. ട്രൂവും ഫാൾസും കൂടെ നമ്മൾ ഓർ ചെയ്യുന്ന സമയത്ത് ട്രൂ ആണ്. ട്രൂവും ഫാൾസും കൂടെ ഓർ ചെയ്യുമ്പോൾ ട്രൂ ആണ്. ഫാൾസും ട്രൂവും കൂടെ ഓർ ചെയ്യുമ്പോൾ ട്രൂ ആണ്. ഏതെങ്കിലും ഒന്ന് ട്രൂ വന്നാൽ മതി. ഫാൾസും ഓർ ചെയ്യുമ്പോൾ സമയത്ത് ഫാൾസ് ആണ്. ഫാൾസും ഓർ ചെയ്യുമ്പോൾ ഫാൾസ് ആണ്. ഫാൾസും ഓർ ചെയ്യുമ്പോൾ ഫാൾസ് ആണ്. സോ അതാണ് ഈ ഒരു പി ഓർ ക്യൂ ആൻഡ് ആർ. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് പി ഓർ ക്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ വാട്ട് ഈസ് പി ഓർ ക്യൂ? പിയും ക്യൂവും തമ്മിൽ ഓർ ചെയ്യണം. ട്രൂവും തമ്മിൽ ഓർ ചെയ്യുന്ന സമയത്ത് ട്രൂ ആണ്. ട്രൂവും തമ്മിൽ ഓർ ചെയ്യുമ്പോൾ ട്രൂ ആണ്. ട്രൂവും ഫാൾസും ഓർ ചെയ്യുമ്പോൾ ട്രൂ ആണ്. ട്രൂവും ഫാൾസും ഓർ ചെയ്യുന്ന സമയത്ത് ട്രൂ ആണ്. ട്രൂവും ഓർ ചെയ്യുമ്പോൾ സമയത്ത് ട്രൂ ആണ്. ട്രൂവും വന്നാൽ ട്രൂ ആണ്. ഫാൾസ് ആൻഡ് ഫാൾസ് ഓർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും അല്ലേ, ഓർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് എന്താവണം? ട്രൂ ആവണം. ഇവിടെ എന്താ? രണ്ടും ഫാൾസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഫാൾസ് ആണ്. ഫാൾസും ഓർ ചെയ്യുമ്പോൾ അഗെയിൻ ഫാൾസ് ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? പി ഓർ ആർ. സോ വാട്ട് ഈസ് പി ഓർ ആർ? പിയും ആറും തമ്മിൽ ഓർ ചെയ്യുമ്പോൾ ട്രൂവും അല്ലേ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ട്രൂ ആണ്. ട്രൂവും ഫാൾസും ഔട്ട്പുട്ട് ട്രൂ ആണ്. ട്രൂ ഔട്ട്പുട്ട് ട്രൂ ആണ്. ട്രൂ ഫാൾസ് ഔട്ട്പുട്ട് ട്രൂ ആണ്. ഫാൾസ് ട്രൂ ഔട്ട്പുട്ട് ട്രൂ ആണ്. ഫാൾസ് ഓർ ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് ആണ്. ഫാൾസും ട്രൂവും ഓർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണ്. ഫാൾസും ഓർ ചെയ്യുമ്പോൾ നമുക്ക് ഫാൾസ് ആണ്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പാണ്, അതായത് പി ഓർ ക്യൂവും ഇനി പി ഓർ ആറും, ഈ ഒരു പി ഓർ ആറും രണ്ടും തമ്മിൽ ആൻഡ് ചെയ്യണം. അതായത് ഈ ഒരു കോളവും അതുപോലെ തന്നെ ഈ ഒരു കോളവും തമ്മിൽ ആൻഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആൻഡ് ചെയ്യുമ്പോൾ ട്രൂവും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണ്. ട്രൂ ആണ്. ട്രൂ ആൻഡ് ട്രൂ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണ്. ട്രൂ ആൻഡ് ട്രൂ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആണ്. ട്രൂ ആൻഡ് ട്രൂ അഗെയിൻ ട്രൂ ആണ്. ട്രൂ ആൻഡ് ഫാൾസ് രണ്ടും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രൂവും ഫാൾസും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് ആണ്. ആൻഡ് ആകുമ്പോൾ രണ്ടും ട്രൂ ആയിരിക്കണം. സോ ഫാൾസ് ആണ്. ഫാൾസും ട്രൂവും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് ആണ്. ഫാൾസും ആൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഫാൾസ് ആണ്. സോ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോളവും അതുപോലെ തന്നെ ഈ ഒരു കോളവും രണ്ടും സെയിം ആണ് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് പി ഓർ ക്യൂ ആൻഡ് ആർ എന്തിന് ഇക്വാലൻ്റ് ആണ്? പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആറിന് ഇക്വാലൻ്റ് ആണ്. സോ അങ്ങനെ വരുന്നത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ആർ ലോജിക്കലി ഈക്വലൻറ്റ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു പി ഓർ ക്യൂ ആൻഡ് ആർ ഈസ് ഈക്വൽ ടു എന്താണ്? പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ ആണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇത് രണ്ടും ഇക്വലൻ്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പി ഓർ ക്യൂ ആൻഡ് ആർ ഡബിൾ ഇംപ്ലൈസ് വിത്ത് പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ അല്ലേ. ഇതുമായിട്ട് ഡബിൾ ഇംപ്ലൈസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടോളജി കിട്ടും. സോ അങ്ങനെ ടോട്ടോളജി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരുപാട് ലെക്ചേഴ്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു സോ മച്ച്.